പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായിട്ടുള്ള അതിദയനീയമായിട്ടുള്ള പരാജയത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ 28 മുതൽ 30 വരെ ഡൽഹിയിൽ ചേർന്ന CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്, വിശദമായിട്ടുള്ള അവലോകനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഏതാണ്ട് 22 പേജുള്ള അവലോകന റിപ്പോർട്ടിൽ 9 മുതൽ 11 വരെ പേജുകളിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചിട്ടുള്ള അവലോകനവും കേന്ദ്ര കമ്മിറ്റിയുടെ നിരീക്ഷണങ്ങളുമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ വേറൊരു തലം ഇവിടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഞാൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര കമ്മിറ്റി നടത്തിയ അവലോകനം ഞാനൊന്ന് വായിച്ചു പോവുകയായിരുന്നു. അതിനകത്ത് കേരളത്തിലെ പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ചോ ഒന്നും മോശമായ യാതൊരു പരാമർശങ്ങളും ഉണ്ടായിരുന്നില്ല. അതിൽ 19 സീറ്റിലും കോൺഗ്രസ് ജയിക്കാനിടയായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ മാന്യമായ രീതിയിൽ, വളരെ നല്ല രീതിയിലാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. സംസ്ഥാന സർക്കാർ നല്ല പ്രവർത്തനം നടത്തിയിട്ടും അതെന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള നിലയിലാണ് ആ അവലോകനം പറഞ്ഞിരുന്നതെങ്കിൽ, ഇപ്പോൾ 2024 ജൂൺ 28-30 തീയതികളിൽ നടന്ന കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകനം ജൂലൈ 4-ന് അപ്ലോഡ് ചെയ്ത് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമാണ് അതിനകത്തുനിന്ന് ഇത്തവണത്തെ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ വളരെ പ്രസക്തവും പ്രധാനവുമായിട്ടുള്ള 2 പരാമർശങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ മസ്തകത്തിനുള്ള അടിയായി മാറുന്നത് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടും നടത്തിയിരുന്ന വിമർശനങ്ങളുണ്ട്. ജനങ്ങൾക്കും അഭിപ്രായം ഉണ്ടായിരുന്നു, പാർട്ടി അണികൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലും അത് നിഴലിക്കുകയും ചെയ്തു. എന്തായിരുന്നു ആ രണ്ട് അഭിപ്രായങ്ങൾ? ഒന്ന്, വ്യാപകമായിരിക്കുന്ന അഴിമതി, മുകൾത്തട്ട് മുതൽ താഴെത്തട്ട് വരെ ഒരു ക്യാൻസർ പോലെ പടർന്നിരിക്കുന്ന, പ്രധാനമായും 2 മേഖലകളിലാണ് അഴിമതി എന്നുള്ളതും ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിലൊന്ന്, കേരളത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന സഹകരണ പ്രസ്ഥാനം, ആ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സഹകരണ സംഘങ്ങളിലൊക്കെ നടക്കുന്ന വലിയ തോതിലുള്ള അഴിമതി വളരെ വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയാണ്. 180 മുതൽ 200 കോടി രൂപയുടെ വരെ അവിടെ അഴിമതി നടന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്നത് 40 വർഷക്കാലമായി CPM-ൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കായിരുന്നു. അവിടെ നടക്കുന്ന അഴിമതി, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളിൽ CPM-നുള്ള ഇൻവോൾവ്മെൻറ്റ്, അതൊക്കെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, വേറെ ഒരുപാട് ബാങ്കുകളിൽ, തിരുവനന്തപുരത്ത് കണ്ടള ബാങ്കിലൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയിൽ നടക്കുന്ന അഴിമതി വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വിഷയീഭവിച്ചിരുന്നു. അതുപോലെ തന്നെ പൊതുരംഗത്ത് നടക്കുന്ന അഴിമതി, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി ആരോപണങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ഒരു സുപ്രധാനമായിട്ട് വിഷയങ്ങളായിരുന്നു. അത് ഏറ്റവും പ്രധാനമായി അഴിമതി നടക്കുന്ന ഒരു മേഖല സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു, ജനങ്ങൾക്കും ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെയായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ അസംഖ്യമാണ്. അപ്പോൾ ഒന്ന്, കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് അഴിമതിയായിരുന്നു. ആ അഴിമതി പ്രധാനമായും സഹകരണ മേഖലയിലും പഞ്ചായത്തിൻ്റെ മേഖലയിലുമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേ ആ 2 മേഖലയിൽ നടക്കുന്ന അഴിമതികളെയും പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു CPM നേതൃത്വം ചെയ്തുകൊണ്ടിരുന്നത്. സഹകരണ മേഖലയിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത്, അവിടെ അങ്ങനെ അഴിമതിയൊന്നും നടക്കുന്നില്ല, ആ അഴിമതി നടക്കുന്നതായിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് പോകുന്നത് കേരള സർക്കാരിനെയും കേരളത്തിലെ പാർട്ടിയെയും വേട്ടയാടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, സഹകരണ മേഖലയിൽ നടക്കുന്ന അഴിമതികളൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പാർട്ടി നേതൃത്വവും ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരുന്നത്.
പഞ്ചായത്തുകളിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വന്നിട്ടും ആ അഴിമതി ആരോപണങ്ങളിലെല്ലാം തന്നെ കോർപ്പറേഷൻ്റെ ഭരണ നേതൃത്വത്തെ ടു ദ ഹിൽറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് പാർട്ടിയും ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ഈ ഗവൺമെൻറ്റിനെ കുറിച്ചും പാർട്ടി നേതാക്കന്മാരെക്കുറിച്ചും അരഗൻസ്, അഹന്ത, അഹങ്കാരം. ആ അഹങ്കാരത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരള മുഖ്യമന്ത്രിയാണെന്നുള്ളത് പല അവസരങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. മൈക്കിനോട് പോലും അഹന്ത, പരിപാടിക്ക് ചെല്ലുമ്പോൾ പരിപാടിയിലെ അവതാരകരോട് അഹന്ത, പാർട്ടി മെമ്പർമാരോട് അഹന്ത. ഇപ്പോൾ സെൽഫി എടുക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ തട്ടി മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. വേദിയിൽ കയറി അദ്ദേഹത്തോട് സംസാരിക്കാൻ ചെന്നൊരു വയോവൃദ്ധയോട് അദ്ദേഹം പെരുമാറിയത് നമ്മൾ കണ്ടതാണ്. മാധ്യമപ്രവർത്തകരോട് നിരന്തരം പെരുമാറുന്നത് നമ്മൾ കണ്ടതാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ഉയർത്താൻ വന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വിളിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്ര കടക്ക് പുറത്ത്, പരനാറി, എടോ ഗോപാലകൃഷ്ണൻ, അതൊക്കെ നമ്മളിങ്ങനെ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഹങ്കാരം മുഖ്യമന്ത്രി കാണിച്ചപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു താഴെത്തോട്ടിലുള്ള പാർട്ടി നേതാക്കന്മാർക്കും. പാർട്ടിയുടെ ജില്ലാ തലത്തിലും താഴെത്തട്ടിലുമൊക്കെയുള്ള ബ്രാഞ്ച് സെക്രട്ടറി, ഏറ്റവും താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ പിണറായി വിജയൻ്റെ ഈ അഹന്തയിലും അഹങ്കാരത്തിലും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരൊക്കെ ചെറിയ പിണറായി വിജയന്മാരായി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പിണറായി വിജയൻ മുകളിൽ നിന്ന് ഈ അഹന്തയും അഹങ്കാരവുമാണല്ലോ കാണിച്ചു കൊടുക്കുന്നത് താഴോട്ട്. സ്വാഭാവികമായും അത് വ്യാപകമായി പാർട്ടി നേതാക്കന്മാരിലേക്കും അത് മാറി എന്നുള്ളത് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ SFIയുടെ നേതാവ് PM മാർഷോ എന്ന് പറഞ്ഞ അവൻ കാണിക്കുന്ന അഹങ്കാരം അതൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി ക്രിമിനലുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. അത് നമ്മൾ പറഞ്ഞ പോലെ ദൈനംദിനമെന്നോണം അതിന് ഉദാഹരണങ്ങൾ നമ്മൾ ഈ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി പാർട്ടിയെ ബാധിച്ച 2 അർബുദങ്ങളായിരുന്നു. ഒന്ന് അഴിമതിയും, 2 നേതാക്കന്മാരുടെ അഹങ്കാരവും, മുകൾ തട്ട് മുതൽ താഴെത്തട്ട് വരെ. ഈ 2 കാര്യങ്ങളിലും ജനങ്ങൾ വലിയൊരു അടി CPMന് കൊടുത്തു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പോലും മുഖ്യമന്ത്രി ഇപ്പോഴും അഹന്തയും അഹങ്കാരവും മാത്രമാണ് അയാളുടെ അയാളെ നയിക്കുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിയമസഭയിലൊക്കെ തന്നെ കണ്ടത്. കാര്യവട്ടത്ത് വലിയ തോതിലുള്ള പീഡനവും ക്രൂരമായ മർദ്ദനമൊക്കെ നടന്നിട്ടും ഈ പറഞ്ഞതുപോലെ ടു ദ ഹിൽറ്റ് SFIയെ ന്യായീകരിക്കുന്ന സമീപനം നമ്മൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാൻ കണ്ടെടുത്തോളം ബസ്സിന് മുമ്പിലേക്ക് ചാടുകയാണ് ചെയ്തത് എന്നയാൾ പറയുന്നത്. അപ്പോൾ അഹങ്കാരമൊന്നും ഇയാൾ ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. എന്തായാലും കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി ജനം ഈ പാർട്ടിക്കെതിരായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് അഴിമതിയും, 2 അഹങ്കാരവുമായിരുന്നു. അത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ അഴിമതിക്ക് കൂട്ടുനിന്നതും അഴിമതിക്ക് നേതൃത്വം കൊടുത്തതും പിണറായി വിജയനായിരുന്നു. ഈ പാർട്ടി നേതാക്കന്മാരിലേക്ക് അഹന്തയെന്നും അഹങ്കാരമെന്ന് പറയുന്ന ആ സ്വഭാവവിശേഷം അത് പരത്തിയതും പിണറായി വിജയനായിരുന്നു. അതിന് 2ൻ്റെയും നേതാവായി, അതിന് 2ൻ്റെയും കുന്തമുനയായി നിന്നിരുന്നത് പിണറായി വിജയനാണ്. അഴിമതിയുടെയും അഹങ്കാരത്തിൻ്റെയും കുന്തമുനയായി പിണറായി വിജയനാണ് നിന്നത്. ഇത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നും അത് രണ്ടും ഇല്ലാതാക്കാൻ വേണ്ടി പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നുവെന്നുമാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ 2 വാചകങ്ങൾ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പിണറായി വിജയൻ്റെ മസ്തകത്തിന് കിട്ടിയ അടി സൂചിപ്പിക്കുന്ന 2 വാചകങ്ങൾ അതിനകത്തുണ്ട്. The State Committee review notes growing instances of corruption in panchayats, cooperative institutions and at various levels. This must be checked and strictly curbed. അതായത് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയ സംസ്ഥാന കമ്മിറ്റി പഞ്ചായത്തുകളിലും സഹകരണ മേഖലയിലും മറ്റു പല മേഖലകളിലുമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം അവർ പരിശോധിച്ചു. ഇത് ഉടനടി അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ അഴിമതിയുടെ തലതൊട്ടപ്പനായി നിന്ന പിണറായി വിജയൻ്റെ തലക്കിട്ട് കിട്ടിയ ഒരു അടിയല്ലേ ഇത്? വ്യക്തമല്ലേ അത്? അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് എന്താണ്? ഇൻസ്റ്റൻസസ് ഓഫ് അരഗൻ ബിഹേവിയർ ഓഫ് കേഡേഴ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആർ അലിയനേറ്റിംഗ് ദ പീപ്പിൾ ഫ്രം ദ പാർട്ടി. ഇത് തിരുത്തണം. ദിസ് ഹാസ് ടു ബി റെക്ടിഫൈഡ്. ഇൻസ്റ്റൻസസ് ഓഫ് അരഗൻ ബിഹേവിയർ ഓഫ് കേഡേഴ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആർ അലിയനേറ്റിംഗ് പീപ്പിൾ ഫ്രം ദ പാർട്ടി. അതായത് കേഡറന്മാരുടെ മുകൾ തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള കേഡറന്മാരുടെ
അഹങ്കാരത്തിൻ്റെ അനുഭവങ്ങൾ പാർട്ടിയെ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുകയാണ്, അത് തിരുത്തണം എന്ന് പറയുമ്പോൾ അതും പിണറായി വിജയൻ്റെ കർണക്കുറ്റിക്കിട്ട് കിട്ടിയ അടിയല്ലേ? കാരണം കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരിൽ അഹങ്കാരത്തിൻ്റെ തലതൊട്ടപ്പൻ പിണറായി വിജയനല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ 2 അടി പിണറായി വിജയന് ഇത്തവണ പാർട്ടി കേന്ദ്ര നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് അഴിമതിയുടെ മേഖലയിലും 2 അഹങ്കാരത്തിൻ്റെ മേഖലയിലും. ഈ 2 അടികളും പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആ ഏകാധിപതിയായിട്ടുള്ള നേതാവിൻ്റെ മസ്തകത്തിനേറ്റ അടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.